മലയാള ചെറുകഥയിലേക്ക് കടക്കുകയാണ് നമ്മൾ. മലയാളത്തിലെ ആദ്യത്തെ ചെറുകഥ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, വാസനാവികൃതിയാണ്. കേസരി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരുടേതാണ് വാസനാവികൃതി. ഇത് 1891 പ്രസിദ്ധീകരിച്ചത്. ഏത് മാസികയിലാണ് പ്രസിദ്ധീകരിച്ചത്? അതായത് ആ കാലഘട്ടത്തിൽ സാഹിത്യ സംബന്ധിയായിട്ടുള്ള പത്രപ്രവർത്തനത്തിനും അതുപോലെ തന്നെ മലയാള സാഹിത്യ വിമർശനത്തിനൊക്കെ തുടക്കം കുറിച്ച ആളായിരുന്നു CP അച്യുതമേനോൻ അല്ലേ. അപ്പോൾ CP അച്യുതമേനോൻ്റെ പത്രാധിപത്യത്തിലുണ്ടായിരുന്ന വിദ്യാവിനോദിനി മാസികയിലാണ് 1891 വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ വാസനാവികൃതി പ്രസിദ്ധീകരിക്കുന്നത്. കേരള സഞ്ചാരി എന്ന പത്രം നടത്തിയിരുന്ന ആളായിരുന്നു കേട്ടോ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ. ഈ കേരള സഞ്ചാരിയുടെ ഷോർട്ട് ഫോമാണ് കേസരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖർ ആരൊക്കെയായിരുന്നു? വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ, അതേപോലെ ഒടുവിൽ കുഞ്ഞികൃഷ്ണൻ മേനോൻ, അമ്പാടി നാരായണ പൊതുവാൾ, CS ഗോപാലപണിക്കർ, മൂർക്കോത്ത് കുമാരൻ, K സുകുമാരൻ, MRKC തുടങ്ങിയവരായിരുന്നു ആദ്യകാല ചെറുകഥാകൃത്തുക്കളിൽ പ്രമുഖർ എന്ന് പറയാവുന്നവർ. അതേപോലെ 1891 മുതൽ 1925 വരെയുള്ള ആ ഒരു 35 വർഷമാണ് മലയാള ചെറുകഥയുടെ ആദ്യഘട്ടം എന്ന് നമുക്ക് പറയാവുന്ന ആ ഒരു കാലഘട്ടം. ആദ്യകാല കഥ പൂർണ്ണമായ വളർച്ചയും വികാസവും പ്രാപിച്ചത് EV കൃഷ്ണപിള്ളയുടെയും VT ഭട്ടതിരിപ്പാടിൻ്റെയും മുത്രിങ്ങോട്ട് ഭവത്രാജ നമ്പൂതിരിപ്പാടിൻ്റെയും ഒക്കെ രചനകളോടു കൂടിയാണ്. ഇനി നമുക്ക് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ പ്രധാനപ്പെട്ട കഥകൾ ഒക്കെ നോക്കാം. അപ്പോൾ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ എഴുതിയിട്ടുള്ള പ്രധാനപ്പെട്ട കഥകൾ എന്ന് പറയുന്നത് വാസനാവികൃതിയും, ദ്വാരക, മേനോക്കിയെ കൊന്നതാര്, മദിരാശി പിത്തലാട്ടം, ഒരു പൊട്ടഭാഗ്യം, കഥയൊന്നുമല്ല തുടങ്ങിയവയാണ്. ഇതെല്ലാം ഏറെ ഹ്രസ്വമായ കഥകളാണ്. കഷ്ടിച്ച് 5 പുറം മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. നാടകീയമായ ഒരു തുടക്കം കഥകൾക്ക് കാണാൻ പറ്റും. കഥാകൃത്ത് കഥയിൽ നേരിട്ടെത്തി സാമൂഹ്യ വിമർശനം നടത്തുന്ന ഒരു ആഖ്യാനം ഈ കഥകളിൽ കാണാൻ കഴിയും. ജീവിതത്തിൻ്റെ ഇരുണ്ട വശങ്ങളുടെ ചിത്രീകരണം, കളവ്, തട്ടിപ്പ് എന്നിവയൊക്കെയാണ് ഇതിൽ പ്രമേയമാകുന്നത്. ഇത്തരം കഥകളിൽ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാരുടെ കഥകളിൽ പ്രമേയമാകുന്നത് വടക്കേ മലബാറിൽ അന്ന് നിലനിന്നിരുന്ന സംഭാഷണ ഭാഷ കുറിക്കൊള്ളും വിധമാണ് അദ്ദേഹം അതിൽ പ്രയോഗിച്ചിട്ടുള്ളത്. ഇനി ഒടുവിൽ കുഞ്ഞികൃഷ്ണ മേനോൻ്റെ ഒരു ഭാഷ അല്ലെങ്കിൽ ആഖ്യാനം ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകളെല്ലാം വിദ്യാവിനോദിനിയിൽ തന്നെയാണ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അപരാധിയായ അന്തർജനം, നാരായണിക്കുട്ടി, ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ വധം, ഒരു പതിവ്രതയുടെ കഥ, സത്യം തെളിഞ്ഞു, ഇതൊരു കുറ്റാന്വേഷണ കഥയാണ് കേട്ടോ, സത്യം തെളിഞ്ഞു. അതേപോലെ മദിരാശി കടൽക്കര, പിന്നെ പ്രധാനപ്പെട്ടത് 1902 കല്യാണിക്കുട്ടി. അപ്പോൾ ഇതൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ കഥകൾ എന്ന് പറയുന്നത്. ഇതെല്ലാം താരതമ്യേന നീണ്ട കഥകളാണ്. മറ്റ് ദേശങ്ങൾ, അതായത് മദിരാശി, മൈസൂർ തുടങ്ങിയിട്ടുള്ള അന്യദേശങ്ങളാണ് കഥകളിൽ കൂടുതൽ പശ്ചാത്തലമാകുന്നത്. സംഭാഷണങ്ങൾ കൂടുതലായി അദ്ദേഹം ഉപയോഗിച്ച് കാണുന്നുണ്ട്. നാടകീയമായ സന്ദർഭങ്ങൾ തന്നെയാണ് കഥയിൽ ഉള്ളത്. അടുത്തത് അമ്പാടി നാരായണ പൊതുവാളാണ്. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥകൾ എന്ന് പറയുന്നത് കൈമളശ്ശൻ്റെ കല്യാണം, അന്തർജനത്തിൻ്റെ തന്ത്രം, വളകൊണ്ട വനിത, ആദരിച്ച പാതിര, കൊച്ചപ്പൻ്റെ കോച്ചൽ തുടങ്ങിയവയൊക്കെയാണ്. ഇദ്ദേഹവും വിദ്യാവിനോദിനിയിൽ തന്നെയാണ് കഥകൾ എഴുതിയിരുന്നത് കേട്ടോ. അപ്പോൾ ഈ കൈമളശ്ശൻ്റെ കല്യാണത്തിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഇട്നയുടെ മകള് ഇഷ്ണിക്ക, അതേപോലെ കൈമൾ, താട്ടിക്കുട്ടി തുടങ്ങിയവരൊക്കെ. കൂടുതലും നർമ്മവും ഐറണി, അതായത് വിപരീതാർത്ഥ ധ്വനിയുമൊക്കെയാണ് അദ്ദേഹം കഥകളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അടുത്തത് CS ഗോപാലപണിക്കരാണ്. ഇദ്ദേഹത്തിൻ്റേത് ചെറിയ തമാശകൾ പോലെയുള്ള കഥകളാണ്. പ്രധാനപ്പെട്ട കഥകൾ മുതല നായാട്ട്, നീളം കുറഞ്ഞ പന്ത്, മേൽവിലാസം മാറ്റി, ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല തുടങ്ങിയവയൊക്കെയാണ്. ഇങ്ങനെ വരുമെന്ന് വിചാരിച്ചില്ല എന്ന് പറയുന്ന കഥയുടെ തുടക്കം നീലഗിരിയിലെ എഞ്ചിനീയർ സായിപ്പ് വില്യം ചാർലി എന്നയാൾ ചെറുപ്പക്കാരനാണ്, 28 വയസ്സ് പ്രായം കാണുമെന്ന് എന്ന രീതിയിലാണ് തുടങ്ങുന്നത്. അടുത്തത് മൂർക്കോത്ത് കുമാരൻ.
ഇദ്ദേഹത്തിൻ്റെ കഥകൾ കലികാല വൈഭവം, എൻ്റെ കോഴിക്കോട് യാത്ര, ഒരു മരണപത്രം തുടങ്ങിയവയൊക്കെയാണ്. ഇദ്ദേഹത്തിൻ്റെ കഥകൾ എന്ന് പറയുന്നത് താരതമ്യേന നീളം കുറഞ്ഞ കഥകളാണ് കേട്ടോ. അടുത്തത് കെ സുകുമാരൻ. ഇദ്ദേഹത്തിൻ്റെ കഥകളിൽ നമുക്ക് ആധുനിക മലയാള ചെറുകഥയുടെ സ്വഭാവങ്ങൾ ഏറെക്കുറെ ദർശിക്കാനാകും. ഇദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കഥ ആരാൻ്റെ കുട്ടി, കൂനിയുടെ ചികിത്സ തുടങ്ങിയവയൊക്കെയാണ്. ഇതൊക്കെ 30 പുറവും 16 പുറവും ഒക്കെയുള്ള തമാശ കഥകളാണ് കേട്ടോ. അതേപോലെ തന്നെ പരോക്ഷവും ശക്തവുമായ സാമൂഹ്യ വിമർശനം അതിൽ കാണാനായിട്ട് പറ്റും. സമൃദ്ധമായ സംഭാഷണങ്ങൾ, അതേപോലെ ഐറണിയും ഈ കഥകളിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. അടുത്തത് കിട്ടുണ്ണി നായർ. ഇദ്ദേഹം വള്ളത്തോൾ സംഘത്തിലെ ഒരു അംഗമായിരുന്നു. ഇദ്ദേഹം രസികരഞ്ജിനിയിലേക്ക് 1080 സ്വയംകൃത കെട്ടുകഥ മത്സരത്തിൽ അയച്ചു കൊടുത്ത കഥയുടെ പേരാണ് അപ്പുണ്ണിമൂപ്പിൽ നായർ. ഈ കഥയുടെ പശ്ചാത്തലം എന്ന് പറയുന്നത് അന്നത്തെ നാടുവാഴി തറവാടുകളുടെ ആ ഒരു പശ്ചാത്തലത്തിൽ കുടിപ്പകയുടെയും പ്രതികാരത്തിൻ്റെയും കഥ ആണ് അദ്ദേഹം ആ ഒരു അപ്പുണ്ണിമൂപ്പിൽ നായർ എന്ന് പറയുന്ന കഥയിൽ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. അടുത്തത് MR KC. ഇദ്ദേഹം തന്നെയാണ് ചെങ്കുളത്ത് ചെറിയ കുഞ്ഞിരാമൻ മേനോൻ എന്ന് പറയുന്ന ആള്. ഇദ്ദേഹത്തിൻ്റെ പ്രധാന കഥകൾ മച്ചാട്ടുമലയിലെ ഭൂതം, കണ്ണിപ്പറമ്പിലെ കൊലപാതകൻ, കുടിപ്പക, എടച്ചേന കുങ്കൻ്റെ പരാക്രമം, തിരുവലയം, കാലം പോയ പോക്ക് തുടങ്ങിയവയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആധുനിക മലയാള ചെറുകഥകളെയും ആദ്യകാല മലയാള ചെറുകഥകളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണികളാണ് EV കൃഷ്ണപിള്ള, VT ഭട്ടതിരിപ്പാട്, മുത്രിങ്ങോട്ട് ഭൗത്രാദൻ നമ്പൂതിരിപ്പാട് എന്നിവരൊക്കെ എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇവരുടെ കഥകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. EV കൃഷ്ണപിള്ളയുടെ കഥകളാണ് ഭാരതിയുടെ ഉപദേശം, അതേപോലെ സൂപ്രണ്ടിൻ്റെ കൈക്കൂലി, എൻ്റെ ഗന്ധർവ സ്നേഹിതൻ, കൈമളുടെ അറസ്റ്റ് തുടങ്ങിയവയൊക്കെ. കൂടാതെ ഇദ്ദേഹത്തിൻ്റെ കഥകൾ കേളി സൗധം എന്ന പേരിൽ 4 വാള്യങ്ങളായി പ്രസിദ്ധീകരിച്ചിട്ടുമുണ്ട്. ഇനി VT ഭട്ടതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കഥകളാണ് അതികഠിനം. അതേപോലെ മുത്രിങ്ങോട്ട് ഭൗത്രാദൻ നമ്പൂതിരിപ്പാടിൻ്റെ പ്രധാനപ്പെട്ട കഥയാണ് വിധവയുടെ വിധി. EVയുടെ ഭാരതിയുടെ ഉപദേശവും VT ഭട്ടതിരിപ്പാടിൻ്റെ അതികഠിനം, അതുപോലെ മുത്തിരിങ്ങോട്ട് ഭവത്രാദൻ നമ്പൂതിരിപ്പാടിൻ്റെ വിധവയുടെ വിധി, ഈ 3 കഥകളിലും മുഖ്യ വിഷയം ദാമ്പത്യത്തിലെ താളക്കേടുകളാണ് കേട്ടോ. ഇനി മലയാള ചെറുകഥയുടെ 2ാം ഘട്ടത്തിലേക്ക് കടക്കുകയാണെങ്കിൽ, ഈ 2ാം ഘട്ടം 1925 മുതൽ 1960 വരെയുള്ള 35 കൊല്ലമാണ്. ഈ കാലഘട്ടത്തിൽ ഒരുപാട് കഥാകൃത്തുക്കൾ നമുക്കുണ്ടായിട്ടുണ്ട്. നവോത്ഥാന ഘട്ടം എന്ന് വേണമെങ്കിലും ഈ കാലഘട്ടത്തെ നമുക്ക് ചെറുകഥയുടെ ആ ഒരു കാലയളവിനെ നമുക്ക് പറയാനായിട്ട് പറ്റും. ആ കാലഘട്ടത്തിലെ പ്രധാന ചെറുകഥാകൃത്തുക്കളാണ് കാരൂർ നീലകണ്ഠപിള്ള, P കേശവദേവ്, ലളിതാംബിക അന്തർജനം, വൈക്കം മുഹമ്മദ് ബഷീർ, പൊൻകുന്നം വർക്കി, തകഴി ശിവശങ്കരപിള്ള, SK പൊറ്റക്കാട്ട്, PC കുട്ടിക്കൃഷ്ണൻ, പുളിമാന പരമേശ്വരൻ പിള്ള, നാഗവള്ളി RS കുറുപ്പ്, മുട്ടത്തു വർക്കി, വെട്ടൂർ രാമൻ നായർ, K സരസ്വതിയമ്മ, TKC വടുതല, NP ചെല്ലപ്പൻ നായർ, EM കോവൂർ, MN ഗോവിന്ദൻ നായർ, ചെറുകാട്, M ഗോവിന്ദൻ, IKKM തുടങ്ങിയവരൊക്കെ. അപ്പോൾ ഈ ഒരു കഥാകൃത്തുക്കളെക്കുറിച്ചുള്ള വിശകലനവും ആ കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകളും നമ്മൾ അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യുന്നതാണ് കേട്ടോ.